മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ പലപ്പോഴും വശത്തിലേക്ക് സംഭവിക്കും. പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നല്ല കുടുംബം, എനിക്ക് പുറത്തുനിന്നുള്ള നെഗറ്റീവ് ഫോഴ്സുകളൊന്നും വരാൻ പാടില്ല. ഇതിനെ ഞാൻ സംഭവിപ്പിച്ചു നിർത്തണം. പിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. പിരിഞ്ഞു പോയ ഒരാള് അപ്പൊ നമ്മള് സ്ഥലം തന്നെ മാറിപ്പോയി, അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല, അനുവദിക്കില്ല. അങ്ങനെ ചില ഘട്ടങ്ങളിൽ വശ്യം എന്നുള്ളത് നമുക്ക് പറഞ്ഞതുപോലെ നല്ലതിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഗണപതി ഹോമം, ഗണപതിയുടെ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ പിന്നെ പിണങ്ങിപ്പോകുന്ന ആൾക്കാർ തിരിച്ചു വരാന്, അതേപോലെ ആന. വശ്യം തിരുമേനി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട് ഈ വശ്യം ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ വശ്യം നമ്മൾ അറിയാതെ വീഴുന്നു പോകും, മുഖവശ്യം. നമ്മൾ ഒരുപാട് ടോപ്പിക്ക് പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമേനിയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഈ മുഖവശ്യം അല്ലെങ്കിൽ വ്യാപാരവശ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുപ്പിക്കാനുള്ള വശ്യം, പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന വശ്യം, അതുപോലെ ഈ ചില മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ വശീകരണം കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രായോഗികത ഒന്ന് പറയാമോ? സാധാരണ ഈ ഷഡ്കർമ്മ സാധന പൊതുവെ പല തരത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട്. അതിലാണ് മുഖ്യമായിട്ട് ഈ വശ്യം വരുന്നത്. ഇപ്പം ശാന്തി, വശ്യം, സ്തംഭനം, ഉച്ചാടനം, മാരണം, വിദ്വേഷണം, ഇങ്ങനെ ഷഡ്കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ വശ്യം എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ ആഗ്രഹമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രയോഗ രീതിയാണ്. അതിൽ പലരും പല രീതികളാണ് അനുവർത്തിക്കുന്നത്. അത് ഓരോരുത്തരുടെ വ്യക്തികളെ അനുസരിച്ചിട്ടാണ്. മുമ്പേ പറഞ്ഞു, ചില ആൾക്കാർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരെ ചിലപ്പോൾ സ്വാധീനിക്കേണ്ടി വരാം. അതേപോലെ മുമ്പ് പറഞ്ഞ പോലെ ദാമ്പത്യത്തിൽ പിരിഞ്ഞിരിക്കുന്നവർക്ക് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, ജീവിതം ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല, പിരിയാൻ തീരുമാനിച്ച നമ്മുടെ അടുത്ത് വരാൻ സാധാരണ കേസുകൾ. അപ്പം അവരെ നമുക്ക്, കാരണം കുഞ്ഞുങ്ങളുണ്ട്, ഒരു ഫാമിലി എന്നുള്ളത് ഒരു വലിയ ധർമ്മസങ്കടത്തിൽ വന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു കാര്യം. അതേപോലെ അധികവും പിന്നെ സ്ത്രീ വശ്യം, പുരുഷ വശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ളത് ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രയോഗ രീതികളും വളരെ വ്യത്യാസമാണ്. അത് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് പിന്നെ അതിനെ പ്രയോഗിക്കാനുള്ള പ്രായോഗിക തലവും കൂടി പരിഗണിച്ചുകൊണ്ടേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ വിദേശത്തിരിക്കുന്ന ഒരാളാണ്, നമുക്ക് നേരിട്ട് ഫിസിക്കൽ കോണ്ടാക്ട്, ഒരു കണക്ഷൻ ഒന്നും പറ്റുന്നില്ല. ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ താമ്പൂലം അതിനകത്ത് എന്തെങ്കിലും പ്രയോഗം ചെയ്ത് അയാൾ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അല്ല അയാൾ മുറുക്കണ ഒരാളായിക്കൊള്ളുന്നില്ല, താമ്പൂലം ഭക്ഷിക്കുന്ന ഒരാളായിക്കൊള്ളുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അയാളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തായിരിക്കും, ഇതൊക്കെ നോക്കി ഏത് രീതിയിലാണ് ഇതിന് പ്രായോഗികത ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള നിലയ്ക്ക്. പിന്നെ അതുപോലെ തന്നെയാണ് മുഖ്യമാണ് ഇതിൻ്റെ ഒരു സ്വകാര്യത. ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഇതിൻ്റെ പ്രയോഗത്തിലേക്ക് ചെയ്യും, ചില ആൾക്കാർ മന്ത്രോപദേശം കൊടുത്ത് ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ പലപ്പോഴും വശത്തിലേക്ക് സംഭവിക്കും. പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നല്ല കുടുംബം എന്തോ കാരണങ്ങളെ കൊണ്ട്, ചില തെറ്റിദ്ധാരണകളെ കൊണ്ടോ അങ്ങനെയൊക്കെ വന്ന് പിരിയുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മള് ഇതെല്ലാം നല്ലതിന് ഉപയോഗിക്കാം. അവിടെയാണ് ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ, സാധന തലത്തിൽ ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് ഡെവലപ്പ് ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പം ഞാൻ സാധന ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പുറത്തുനിന്നുള്ള നെഗറ്റീവ് ഫോഴ്സുകളൊന്നും വരാൻ പാടില്ല. ഇതിനെ ഞാൻ സംഭവിപ്പിച്ചു നിർത്തണം. എൻ്റെ ഉപാസനാമൂർത്തിയായിട്ട് എനിക്ക് അടുപ്പം ഉണ്ടാക്കണം. ഇങ്ങനെ ഈ 6 സാധനങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. പിൽക്കാലത്താണ് പിന്നീട് വ്യക്തി ജീവിതങ്ങളിലേക്ക് മാറി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞതുപോലെ നമുക്ക്
പിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. പിരിഞ്ഞു പോയ ഒരാൾ, അപ്പം നമ്മൾ സ്ഥലം തന്നെ മാറിപ്പോയി, അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല, അനുവദിക്കില്ല. അങ്ങനെ ചില ഘട്ടങ്ങളിൽ നമ്മൾ മന്ത്രസാധനയായിരിക്കും കൂടുതൽ നല്ലത്. അതിന് ഉപയോഗിക്കപ്പെടുന്ന വശ്യത്തിന് ഉപയോഗിക്കപ്പെടുന്ന മന്ത്രങ്ങൾ, ആ ഒരു രീതി അനുസരിച്ചിട്ട് ജപം തുടങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതാകുമ്പം മറ്റ് വേറെ ഇതൊന്നും വേണ്ട. അതെ. പക്ഷെ അതിനകത്തുള്ള പറഞ്ഞതുപോലെ തന്നെയാണ് ഇതെല്ലാം ഒരു ചെയ്യുന്ന ആള് മാത്രമേ. ഇപ്പോൾ ദാമ്പത്യത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഭർത്താവോ ഭാര്യയോ പിരിഞ്ഞ് 2 സ്ഥലത്തായിപ്പോയി. അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നത് ഇങ്ങനെയാണ്. അതായത് ഏതെങ്കിലും, അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടിരിക്കുന്ന ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അവർ. ശരി. കാരണം ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ എങ്ങനെ? കാരണം എല്ലാ നിയമവശങ്ങളും മറ്റാൾക്കാരുടെ ബന്ധുജനാദികളുടെ ഒക്കെ ഫോഴ്സൊക്കെ വന്നെങ്കിലും അവസാനം ഇത് പിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വരുന്ന ഒരു ആവശ്യകത ഉണ്ടല്ലോ. ആ ആവശ്യകത വരുന്ന സ്ഥലത്ത് അവരെന്തിനും പിന്നെ തയ്യാറാവും. അതായത് ചെയ്യാനുള്ള എന്ത് പറഞ്ഞാലും അത്രയും എഫർട്ട് എടുത്താണെങ്കിലും അത് സാധിക്കണം എന്ന് വിചാരിക്കുന്നൊരു ഘട്ടമുണ്ടല്ലോ. ശരിയാണ്. ആ ഘട്ടങ്ങളിൽ ഇത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രയോഗ രീതി ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ പല ഭക്ഷണത്തിനാണ് പ്രധാനമായിട്ട് കൊടുക്കുക. ഭക്ഷണം, അതേപോലെ അവരുടെ ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കൊടുത്തെന്ന് ഞാൻ കഴിക്കില്ല. ശാസ്ത്രം നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടുള്ള രീതി ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ശരി. അതിനെ ചെയ്യുന്ന ആളുടെ യുക്തി എന്താണോ അതനുസരിച്ചിട്ട്, അയാളുടെ ഇൻഡ്യൂഷൻ എന്താണോ അതനുസരിച്ചിട്ട് ആ പ്രയോഗതലത്തിൽ എത്തിച്ചിട്ട് വേണം കൊടുക്കാൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തെല്ലാം ഒരു പോസിറ്റീവ് റിസൾട്ട് പലപ്പോഴും ഉണ്ട്, കണ്ടുവരുന്നുണ്ട്. അതെ. ഒരിക്കലും ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ ഇപ്പം നമുക്ക് ഒട്ടും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കേസുകളാണെങ്കിൽ ആ കേസിൽ നമുക്ക് പിന്നെ അവർ തന്നെ കുറേ കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പം ആ പോസിറ്റീവ് റിസൾട്ട് അതിന് വന്നുമല്ലോ, വന്നെന്നുള്ളതിനൊരു അനുഭവം. ശരിയാ, ശരി. അപ്പോൾ വശ്യം എന്നുള്ളത് നമുക്ക് പറഞ്ഞതുപോലെ നല്ലതിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അതെ. ഇത് നമ്മൾ ഈ പറയുന്ന ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ലഡ്ഡു വെച്ച് ഹോമിച്ചു കൊടുക്കുന്നുണ്ട്, ജിലേബി ഹോമിക്കുന്നു, പഞ്ചസാര ഹോമിക്കുന്നു. ഇതിനൊക്കെ സത്യാവസ്ഥ ഉണ്ടോ തിരുമേനി? അതിന് ശാസ്ത്രത്തിന്റെ പിൻബലം കുറവാണ്. അത് ചെയ്യുന്ന, അതാ ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് ജിലേബി കൊണ്ടുവന്ന് ഇതിനകത്ത് ഹോമിക്കാൻ സാധാരണ നിലയ്ക്ക് പറ്റില്ല. അതെ. പഞ്ചസാര പിന്നെയാണ് അനുവദനീയമായിട്ടുള്ള ദ്രവ്യങ്ങൾ മാത്രമല്ലേ നമുക്ക് ഹോമത്തിന് പറ്റൂ. അപ്പോൾ ഈ ഗണപതി ഹോമം, ഗണപതിയുടെ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ പിന്നെ പിണങ്ങിപ്പോകുന്ന ആൾക്കാർ തിരിച്ചു വരാന്, അതേപോലെ ആന തിരിഞ്ഞു നിൽക്കുന്ന ആനയാണെങ്കിൽ അതിനെ കൊണ്ട് പിന്നെ അടുപ്പിക്കാന്, അനുനയിപ്പിക്കാന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതികള്. ഗണപതിയാണല്ലോ, ഗജമുഖൻ തന്നെ. അപ്പൊ അങ്ങനെ പല പ്രയോഗ രീതികളുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ്, അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലാണ് അത് ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ചെയ്യുന്ന ആളുടെ സൗകര്യം മാത്രമല്ല, നമുക്കിപ്പം എന്തൊക്കെ ചെയ്താലും എന്ത് വേണം, ഇതിന് അവസാനം ഒരു റിസൾട്ട് വേണം. ശരിയാ. നമ്മൾ എന്തൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞാലും, അല്ലാതെ ശാസ്ത്രത്തിലുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ അവസാനം ഈ എന്താ പിടിവള്ളി ഇല്ലാത്ത നിൽക്കണ ആൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് റിസൾട്ടാണ്. ശരി. അത് കൊടുക്കണമെങ്കിൽ ചെയ്യുന്ന ആൾക്ക് നല്ല സാധനം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന ഒരു ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ശരിയാണ്. അപ്പോൾ ഈ സാധകന് ഇപ്പം നല്ലൊരു സാധനയുള്ള ആളാണ് ചെയ്യുന്നതെങ്കിൽ, ഈ വശ്യം നല്ല വശ്യങ്ങൾക്ക് നല്ല ഉദ്ദേശശുദ്ധിയോടെ ചെയ്യുന്നതിനാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാവില്ല. അല്ലാതെയാണെങ്കിൽ നല്ലൊരു തിരിച്ചടി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഈ ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഉണ്ടാവില്ല. ചെയ്യുന്ന ആൾക്ക്, ചെയ്യിപ്പിക്കുന്ന ആൾക്കൊക്കെ കർമ്മഫലം വരും എന്തായാലും. സാധാരണ നിലയ്ക്ക് പറഞ്ഞ പോലെ നമ്മൾ പറയാം ചീറ്റിങ്. അതെ. ഒരു ശാസ്ത്രത്തിന് ഒരു സപ്പോർട്ട് തരാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ എന്തായാലും ഈ വശ്യം എന്ന് പറയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാവർക്കും ആഗ്രഹങ്ങൾ നിറവേറാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക രീതിയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കട്ടെ. നന്ദി, നമസ്കാരം.